വട്ടയപ്പം ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? അപ്പം നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പം ഉണ്ടാക്കാം. എൻ്റെ കുഞ്ഞിലേ ഇല്ലേ, നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു അമ്മച്ചിയായിരുന്നു നമുക്കിതുപോലെ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കി തരാറ്. നല്ല അടിപൊളിയാണ് കേട്ടോ അമ്മച്ചിയുടെ എല്ലാ റെസിപ്പിയും. അപ്പോൾ ഇന്ന് നമുക്ക് വട്ടയപ്പം നോക്കാം. 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനിത് പെട്ടെന്നൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ഇതിൽ ഒഴിച്ച് വെക്കുന്നത്. അതാകുമ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ വെക്കണേ. പച്ചരി കുതിർന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് കരിക്കൊന്ന് വെട്ടിയെടുക്കാം. കരിക്കാണ് കേട്ടോ ഇതുപോലെ വട്ടയപ്പത്തിന് ഏറ്റവും നല്ലത്. ഉണ്ടെങ്കിൽ കരിക്ക് ചേർക്കുക, ഇല്ലെങ്കിൽ തേങ്ങ ആണെങ്കിലും മതി. കരിക്ക് വെട്ടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ വെള്ളവും കാമ്പും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് അവലും കൂടെ വെള്ളത്തിലിട്ട് വെക്കണം, കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു പച്ചരിയും പിന്നെ കരിക്കും വെള്ളവും കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നെക്സ്റ്റ് ബാച്ചിൽ നമ്മുടെ കരിക്കിൻ്റെ കാമ്പ്, അവൽ ഒന്ന് കുതിർത്തി എടുത്തത്, 1/2 കപ്പ് പഞ്ചസാര. ഈ 1/2 കപ്പ് പഞ്ചസാര എന്നുള്ളത് ചെറിയ മധുരമായിരിക്കും. നല്ല മധുരം വേണമെങ്കിൽ 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. കുറച്ച് ഏലക്കയുടെ കുരുവും ഒരു 1/4 ടീസ്പൂൺ മാത്രം ഈസ്റ്റും മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് വേണമെങ്കിലും അരച്ചെടുക്കാം. ഞാൻ കരിക്കായതുകൊണ്ട് വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നുള്ളൂ. കരിക്കല്ല എടുക്കുന്നതെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ചെടുക്കണേ. ഞാനത് നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കി ഓവർനൈറ്റ് അങ്ങ് വെച്ചു. ഒരു 8 മണിക്കൂർ വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പുളിച്ച് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 4 മണിക്കൂറൊക്കെ കൊണ്ട് പുളിച്ച് പൊങ്ങണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിന് മുകളിൽ ഈ പാത്രം വെച്ചിട്ട് അടച്ച് വെച്ചാൽ പെട്ടെന്ന് പുളിച്ച് പൊങ്ങും. ചൂടുവെള്ളത്തിൽ ഈ പാത്രം മുട്ടരുത്, മാവ് വെന്ത് പോകും. പൊങ്ങി വേണം കേട്ടോ നിൽക്കാനായിട്ട്. അങ്ങനെ വെച്ചാലും മതി. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നെയ്യ് തടവിയ സ്റ്റീൽ പാത്രത്തിൽ വെച്ച് ഇതുപോലെ വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടുവേ. സ്റ്റീൽ പാത്രം ഇല്ലെങ്കിൽ ഇതുപോലെ കേക്ക് ട്രേയിലും വെച്ചെടുക്കാം കേട്ടോ, കേക്ക് ടിന്നിലും. ഞാൻ ഇതുപോലത്തെ 2 സ്റ്റീൽ പാത്രത്തിലും പിന്നെ ഒരു കേക്ക് ടിന്നിലുമാണ് വെച്ചത്. നല്ല അടിപൊളി വട്ടയപ്പമാണ്. കറി കൂട്ടി വേണേലും ഇത് കഴിക്കാവേ.